ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കാണുന്ന പാർക്കാണ് ഫാൻറ്റാർട്ടിക്ക പാർക്ക്. ഇതെവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചാലേ പറഞ്ഞുതരാം കേട്ടോ. ഈ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും കേട്ടോ. ചില ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് മമ്പാട് താളിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മമ്പാട് ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു രാത്രിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ പകലിൽ കാണുന്നുണ്ട് കേട്ടോ. കാരണം രാത്രി ആയതുകൊണ്ട് നമ്മൾ കണ്ണിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും പെടില്ല. പകലിലാകുമ്പോൾ എല്ലാം നമ്മുടെ കണ്ണിൽ പെടും. അങ്ങനെ പകലിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ രാത്രി ചെയ്ത വീഡിയോനേക്കാളും കുറേ കാര്യങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ പകൽ വെളിച്ചത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേൾക്കാത്തവരും കാണാത്തവരൊക്കെ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ. പകൽ വെളിച്ചത്തിൽ ഫാൻറ്റാർട്ടിക്ക പാർക്ക് കാണണമെന്ന് കരുതി വന്നതല്ല കേട്ടോ. ഇവിടെ എന്തൊരു മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചിത്രരചന, അതുപോലെ കളറിങ് മത്സരം. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പകൽ വെളിച്ചത്തിൽ. അതുകൊണ്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പം ഞാൻ രാത്രി ചെയ്ത വീഡിയോയിൽ ബേഡ്സും കാര്യങ്ങളൊന്നും അധികം ക്ലിയറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പകലിൽ ഞാനത് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അവിടെ ഉള്ള ഓരോ കിളികളെയും അതുപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബേഡ്സിൻ്റെ പേരുകളൊക്കെ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. കാരണം എനിക്കിതിലാകെ കുറച്ച് ബേഡ്സിൻ്റെ പേരുകൾ അറിയുള്ളൂ. പിന്നെ ഈ ഒരു മീനിൻ്റെ അക്വേറിയം കേട്ടോ, ടണ്ണൽ അക്വേറിയം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അന്ന് കടന്നിട്ടുണ്ടായിരുന്നില്ല, രാത്രിയിലായതുകൊണ്ട്. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് കേട്ടോ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള മീനുകൾ കേട്ടോ. വലുതായിട്ടും ചെറുതായിട്ടും അങ്ങനെ നല്ല നല്ല ഐറ്റംസ് മീനുകൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടു. പിന്നെ ഈ ഒരു മീനുകൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ, അതായത് രാത്രിയിൽ വന്ന അന്ന് കാണണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ മറൈൻ മിറാക്കിൾ എന്ന പേരിൽ നമ്മുടെ എടക്കരയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴാണ് സെയിം ആണെന്ന് മനസ്സിലായത് കേട്ടോ. അവിടെ കണ്ട അതേ മീനുകൾ തന്നെയാണ് കേട്ടോ ഇവിടെയും. മാത്രമല്ല മറൈൻ മിറാക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മത്സ്യകന്യകയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മത്സ്യകന്യകയൊന്നുമില്ല, പക്ഷെ അവിടെ കണ്ട സെയിം മീനുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസം തോന്നി കേട്ടോ, അന്ന് കാണാതെ പോയതിൽ കുഴപ്പമില്ലാന്ന്. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരു വിശേഷമുണ്ട് കേട്ടോ. ആ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മത്സരം തന്നെയാണ് കേട്ടോ. കാരണം ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ പേരൻസിനും കുട്ടികൾക്കും ഇന്ന് ഇത് ഫ്രീ ആയിട്ട് കാണാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ കയറിയതാണ്. അങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ പേരൻസിനും കുട്ടികൾക്കും എല്ലാ റൈഡിലും പകുതി പൈസക്കാണ് കേട്ടോ ഇന്നിവിടെ വലിയ ചെയ്തിട്ടുള്ളത്. അതായത് ഏത് റൈഡിൽ കയറുകയാണെങ്കിലും പകുതി ക്യാഷ് മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ റൈഡിലും ഒന്ന് കയറി നോക്കി. പിന്നെ അക്വേറിയം കാണാനായിട്ടോ, നല്ല അടിപൊളി അക്വേറിയം കേട്ടോ. പേരറിയാത്ത കുറേ മീനുകളും അതുപോലെ വലിയ വലിയ മീനുകൾ, ചെറിയ മീനുകൾ, അങ്ങനെ പല ഐറ്റംസ് ഒരുപാട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇന്ന് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ പേരൻസ് കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി കാണാൻ വന്നിരുന്ന അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കൈവിട്ട് പോയാൽ പിന്നെ കിട്ടില്ല. അങ്ങനെ ദിവസം കൊണ്ട് മിസ്സായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ അവരെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരഞ്ഞ് ഇതിൻ്റെ ഫസ്റ്റിലെത്തിയപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് അവിടെ നിന്ന് എൻ്റെ മക്കളെ എനിക്ക് കാണാനായി. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ കൈ വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കൈ പിടിച്ചിട്ട് തന്നെയാണ് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി നടന്നത്. അപ്പോൾ ഈ കാണുന്ന അക്വേറിയത്തിലെ ഒരു മീനിൻ്റെ പേര് പോലും ശരിക്കും എനിക്കറിയില്ല കേട്ടോ. ഇനി കാണുന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ നിന്ന് കമൻ്റ് ഇടണേ. ഏറ്റവും വലുപ്പത്തിൽ കാണാൻ പറ്റിയ മീൻ ഇതാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും വലുപ്പത്തിലുള്ള മീനുകളെ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഈ അക്വേറിയത്തിലുള്ള ഏറ്റവും വലുപ്പം കൂടിയ മീനുകൾ കേട്ടോ. അങ്ങനെ ഏറ്റവും വലുപ്പം കുറഞ്ഞ മീനുകളും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ അക്വേറിയത്തിൽ ഏറ്റവും വലുപ്പം കുറഞ്ഞ മീനുകളായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഫാൻറ്റാർട്ടിക്ക പാർക്കിലെ ഫുൾ കാഴ്ചകളും ഞങ്ങളിത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഫാൻറ്റാർട്ടിക്ക പാർക്കിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിഷയമല്ല കേട്ടോ. ഇനി ഞങ്ങൾ കാണാത്തതായിട്ട് അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഫാൻറ്റാർട്ടിക്ക പാർക്കിലേക്ക് പോയില്ല എന്നുള്ള വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളും ഈ പാർക്കിലൊന്ന് വരണം കേട്ടോ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പോലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവർ കേട്ടോ. നല്ലൊരു പാർക്കാണ് ഇത്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. നിസ്കരിക്കാനുള്ള ഒരു റൂം വരെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഫാൻറ്റാർട്ടിക്ക പാർക്കിലേക്ക് പോകാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം പോയി കഴിഞ്ഞാൽ നിസ്കാരം കളായി പോകുന്നുള്ളൊരു പേടി നമുക്കില്ല കേട്ടോ. അങ്ങനെ ഫാൻറ്റാർട്ടിക്ക പാർക്ക് ഞങ്ങൾ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു. കുറച്ച് റൈഡിലും കൂടി ഇനി കയറാനുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, ഏതായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഫാൻറ്റാർട്ടിക്ക പാർക്ക് മുഴുവനായിട്ട് ഞങ്ങൾ കണ്ടു. ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞതിന് കുറച്ച് വെള്ളത്തിൽ കളിയാവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മക്കൾ രണ്ടാളും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇത്.
പിന്നെ ഇന്ന് മത്സരത്തിന് വേണ്ടി വന്ന 3/4 കുട്ടികളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അങ്ങനെ എല്ലാ മക്കളും കൂടെയുള്ള ഒരുമിച്ചുള്ളൊരു കളി കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അന്ന് രാത്രി ഞങ്ങൾ ഈ പാർക്കിലേക്ക് വന്നപ്പോൾ മക്കൾക്ക് ഇതിൽ കളിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അതിൽ ഇവർ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മക്കൾ ഇതിൽ കയറ്റിയപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ആവേശവും സന്തോഷമൊക്കെയാണ് കേട്ടോ. ഈ സമയത്തൊന്നും ഇവർ ഈ പാർക്ക് ഓപ്പൺ ആക്കുന്ന ടൈമല്ല കേട്ടോ. ഇവരിത് പൂട്ടി പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിത് ഈ സമയത്ത് ഓപ്പൺ ആക്കാനുള്ള കാരണം ചോദിച്ചാൽ ഇന്നിങ്ങനെ മത്സരം ഉണ്ടായത് കൊണ്ട് തന്നെ അത് കുട്ടികൾക്കും പേരൻസിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സമയത്ത് ഓപ്പൺ ആക്കിയത് കേട്ടോ. ഇതിലിറങ്ങി കഴിഞ്ഞിട്ട് മക്കൾ 2 മണിക്കൂറിന് ശേഷം ഇതിന് കയറിയത് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റിനോട് ഞാൻ പറഞ്ഞു നിങ്ങളിത് എപ്പോഴാണ് പൂട്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളിത് ഇനി വൈകുന്നേരം പൂട്ടുള്ളൂ പറഞ്ഞു. പക്ഷേ ഒരു 2:30 ആയപ്പോൾ ഇവരിത് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ആ സെക്യൂരിറ്റിയോട് പോയി ചോദിക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം 1 മണിക്കൂറിന് മക്കൾ ഇതിൽ കളിച്ചേക്കണം പറഞ്ഞു കയറി പോകെടുക്കുന്നത്. കാരണം വെയിലായിരുന്നു. അപ്പോൾ അവർക്കുള്ള സുഖമായിരിക്കും വെള്ളത്തിൽ കളിക്കുന്ന തണുപ്പായിരിക്കും. കരയ്ക്കിട്ടുണ്ടെന്നുള്ള വെയിലാണ്. പിന്നെ ചെറിയൊരു ഭാഗത്ത് മാത്രം കുറച്ച് തണലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇരുന്ന് കാണായിരുന്നു കേട്ടത്. അപ്പോൾ കയറുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങളിത് പൂട്ടിയിട്ടേ കയറുള്ളൂ അതുവരെ ഇതിൽ കളിക്കുമെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ അവിടെ പോയി ചോദിച്ചത് എപ്പോഴും പൂട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പൂട്ടില്ല ഇത് രാത്രി 10 മണിയാവും കേട്ടോ അവർ പറഞ്ഞത്. ഏതായാലും ഒരു 2:30 ആയപ്പോൾ ഇവർ എല്ലാ മക്കളോടും കയറാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ മക്കളോടും കയറിയിട്ടോ. ഭാഗ്യത്തിന് അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി ഒരാടെ നിൽക്കേണ്ടി വരുമായിരുന്നു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ മക്കളിങ്ങനെ വിളിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞിട്ട് അവർ വരുന്നില്ല. അവർക്ക് പറഞ്ഞാൽ ഒരു കൂട്ടമല്ല കേട്ടോ. വെള്ളത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് വേറെ എത്ര കളിച്ചാലും മതിയാവില്ലല്ലോ. അതുകൊണ്ടാണ് അവർ കയറാത്തത്. ഏതായാലും നല്ല ഉഷാറായിട്ട് അവർ കളിച്ചു. അവരോളം അവരുടെ മനസ്സിന് നിറയോളം അവർ കളിച്ചിട്ടുണ്ട്. അങ്ങനെ 2:30 ആയപ്പോഴാണ് കേട്ടോ ഇന്ന് ഈ സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ചെയ്തത്. പിന്നീട് അവരിത് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഇനി ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം ഇന്നിവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയത് മക്കൾക്ക് കളിക്കാനും പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ടൂറ് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പാർക്കിലേക്ക് ടൂറ് പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടുത്തെ പാർക്കിലാട്ടോ വെള്ളത്തിൽ ആദ്യമായിട്ട് മക്കളെ ഇറക്കിയത്. ഇതുവരെ ഒരു പാർക്കിൽ ഇങ്ങനെ വെള്ളത്തിൽ മക്കളെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിൽ കേട്ടോ. പിന്നെ ദിലു കളിച്ചിട്ടുണ്ട്. അവന് UKG എന്നൊക്കെ ടൂറ് പോയാന്ന് കേട്ടോ. ഈ ദിവസം ആദ്യമായിട്ടാണ്. അതുപോലെ ദിലുവിൽ ഇതും കൂടെ ഒരുമിച്ചുള്ളതും ആദ്യമായിട്ടാണ്. അപ്പോൾ വെള്ളത്തിന് വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അതിലൊക്കെ ഒന്ന് പോയി ജോയിനായി വാന്ന് പറഞ്ഞിട്ട് അവരെ ഞാനങ്ങനെ അതിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ അതിലൊക്കെ പോകുന്നുണ്ട്. വളരെ സന്തോഷത്തിൽ തന്നെ 2 ആൾ കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷേ കുറച്ചൊക്കെ വലിയ മക്കൾക്ക് അതിൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദിലൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ദിലുവിനെ കയറ്റി ചെയ്യാൻ കേട്ടോ. പക്ഷേ ദിലു നന്നായിട്ട് പേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ആ നാടൊക്കെ സെൻട്രത്തിൽ അവൻ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ദിലു പറഞ്ഞത്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.